ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇവിടെയും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മാഷാ അല്ലാ അൽഹംദുലില്ലാ നമ്മളും സുഖമായിട്ട് പോകുന്നുണ്ട്. എല്ലാ ദിവസത്തെ വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് കുറച്ചധികം വിശേഷങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കണോ, ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ അതും അതേപോലെ തന്നെ ലൈക്കും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ എത്തിയതാണ്. ഇന്നിപ്പോൾ കൂന്തൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതാ ഞാൻ അതൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ ഒരു ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ കൂന്തളും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഒന്നായിട്ട് ഇങ്ങനെ കുഴച്ച് വെക്കൂല, അങ്ങനെയാണ് കേട്ടോ ഇന്ന് വെക്കുന്നത്. അപ്പോൾ അതവിടെ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് അലക്കാനുണ്ടായിരുന്നു, അത് മെഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പല പല പണികൾ ഒരേ സമയം ഇങ്ങനെ ചെയ്യണം കേട്ടോ. നമ്മൾ കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ വേറെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണികൾ അങ്ങനെയാണ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർത്തിട്ട് കിച്ചണിൽ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കാനും വേണ്ടിയിട്ട് പറ്റും. അതെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത് മതി അങ്ങനെ ചിന്തിക്കുമ്പോൾ വൈകുന്നേരം വരെ നമുക്ക് പണികൾ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കിംഗ് കഴിയുമ്പോഴേക്കും അലക്കലും അവിടെ കംപ്ലീറ്റ് ആയിക്കോളും. അപ്പോൾ അതവിടെ കിടക്കട്ടെ. ഇനി ഇതാ കൂന്തൽ റോസ്റ്റ് റെഡി ആവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഒരു തൈര് കറി ഉണ്ടാക്കിയെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ റോസ്റ്റ് മാത്രം കൂട്ടിയിട്ട് ചോറ് കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഒഴിച്ച് കറി വേണമല്ലോ. അപ്പോൾ ഇതാ ചട്ടിയിൽ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ യോഗട്ടാണെങ്കിൽ അതെടുക്കുക. അതല്ല നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പാക്കറ്റ് തൈരുണ്ടല്ലോ, അതായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ അത് പുളി കൂടുതലാവുമ്പോൾ അത്ര വലിയ ടേസ്റ്റ് തോന്നില്ല കേട്ടോ. അപ്പോൾ ഇതുതന്നെയാണ് എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ തൈരൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കട്ടൊക്കെ അങ്ങോട്ട് ഉടച്ചെടുക്കണുണ്ട് കേട്ടോ. മിക്സിയിൽ ഉടച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ മിക്സീൻ്റെ ജാറൊന്നും എടുക്കണില്ല, അതൊക്കെ പിന്നെ കഴുകി വെക്കലൊക്കെ ഭയങ്കര പണിയാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ ഉടച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്തൊക്കെ പണി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇടയ്ക്കൊരു മടി വരലുണ്ട്. അപ്പോൾ ഇങ്ങനെ മതിയെന്ന് വിചാരിച്ചു. നല്ല രീതിയിൽ തന്നെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്തിനാണ് ആ മുക്കിലിരിക്കണം മിക്സീനെ ബുദ്ധിമുട്ടിക്കണത് അല്ലേ. ഇനി നമ്മൾ ഈ യോഗട്ടിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾ ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ മാത്രം മതി കേട്ടോ. കളറൊന്ന് മാറ്റി പിടിക്കാനും വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ മഞ്ഞൾ അത്യാവശ്യം നല്ല കളറുണ്ട്, അപ്പോൾ ഞാനൊരു ഇത്തിരി ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റായി ആ ഒരു സമയം കൊണ്ട് നമ്മളുടെ കൂന്തൽ റോസ്റ്റും ഇവിടെ ഏകദേശം റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർക്കുന്ന സംഭവമാണ് ഇത് കേട്ടോ. നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ വഴുതനങ്ങ, അതങ്ങോട്ട് കട്ട് ചെയ്തിട്ട് മസാലയൊക്കെ തേച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ കറി വഴുതനങ്ങ മോരുകറിയാണ്. അപ്പോൾ ഇതാ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി ഇതങ്ങോട്ട് ഇതാ ഇങ്ങനെ വറവിട്ടെടുത്താൽ മതി കേട്ടോ. വെളിച്ചെണ്ണയിൽ കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. കടുക് വറവിട്ടെടുക്കുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. ഇവിടെ ഇപ്പോൾ കറിവേപ്പില ഇല്ല കേട്ടോ. നമ്മൾ നാട്ടിലാവുമ്പോൾ ഓടിപ്പോയി പുറത്തുനിന്നൊക്കെ പൊട്ടിച്ചുകൊണ്ട് വരും. ഇപ്പോൾ ഇവിടെ കൊടുന്ന് വെച്ചതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കറിവേപ്പില ഇട്ടിട്ടില്ല. കറിവേപ്പിലയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ ഇതാ പുറത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു, കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് റിയമോൾക്ക് കുറച്ച് ഫാൻസി ഐറ്റംസുകളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഫാൻസി റിയമോൾക്ക് വാങ്ങാനും വേണ്ടി വന്നതാണെങ്കിലും നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണാനുണ്ട്. ഇതായി ഒരു കമ്മലുണ്ടല്ലോ, ഇത് കണ്ടപ്പോൾ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടം. എന്നോട് ഇങ്ങനെ എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ. പക്ഷേങ്കിൽ നമ്മളിങ്ങനെ ഷോളറ്റൊക്കെ കവർ ചെയ്യുന്ന കാരണം ഇത്ര വലിയ കമ്മലൊന്നും ഇട്ടിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തിട്ടില്ല. അങ്ങനത്തെ കമ്മലൊക്കെ യൂസ് ചെയ്യലുണ്ട്. അത് നമ്മൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാർട്ടിയൊക്കെ വരുമ്പോൾ ഒക്കെ ചെയ്യലുണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ നാട്ടിൽ പോയാലും അങ്ങനെ വലിയ ഫംഗ്ഷനും കാര്യങ്ങളൊന്നും ഈ ഒരു ടൈമിൽ ഇല്ല, അതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇക്ക കുറേ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാക്ക് ഇങ്ങനെ പെൺകുട്ടികളെ അതേപോലെ നമ്മളെ ലേഡീസിൻ്റെ ഫാൻസി ഐറ്റംസുകളൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിപ്പോൾ എത്ര റേറ്റ് ആയാലും വേണ്ടില്ല, ആളിങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമുക്ക് ആവശ്യമില്ലാത്തത് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അത് അവിടെ തന്നെ വെച്ചു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, ഒരു വെറൈറ്റി മോഡലായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് പാത്രത്തിൻ്റെ സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. അത് പിന്നെ ഏത് ഷോപ്പിൽ പോയാലും അങ്ങനെയാണ്. വാങ്ങാനുള്ള ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. പക്ഷേങ്കിൽ ഇതാ ഈ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ, ഇത് കണ്ടപ്പോൾ ഇക്കാക്ക് ഇത് വാങ്ങിയേ പറ്റുള്ളൂ. അപ്പോൾ ഫാൻസി ഐറ്റംസ് ഞാൻ എടുത്തിട്ടില്ല, ആ ഒരു കൽപ്പിലാണ് ആൾ. ഇനിയിപ്പോൾ ഇതും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സംഗതി സീനാവും. അപ്പോൾ പിന്നെ ഞാൻ ഗ്ലാസ് എടുത്തു കേട്ടോ. അത് പിന്നെ നാട്ടിൽ പോയാലും നമുക്ക് ആവശ്യമാണല്ലോ. ഗ്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ആയുസ്സുള്ള സംഭവമൊന്നുമല്ല, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആവശ്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഇവിടെ കുറേ കിച്ചൺ ഐറ്റംസുകളുണ്ട്. പക്ഷേങ്കിൽ ചിലതൊക്കെ നമുക്ക് ഇഷ്ടമാവുന്നത് ഭയങ്കര വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ. സെറാമിക്കിൻ്റെ ടൈപ്പാണ്. അപ്പോൾ പിന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു റിസ്ക് ഒക്കെ കാരണം പിന്നെ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ.
ചിലത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ വെയിറ്റ് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, എടുത്തേ പറ്റുള്ളൂ. പക്ഷേങ്കിൽ ഇപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോകാനുള്ള ടൈമൊന്നും ആയിട്ടില്ല. റൂമിൽ കൊണ്ടുവച്ചിട്ട് അത് റിയമോളൊക്കെ ഇടയിലല്ലേ തട്ടി മുട്ടിയൊക്കെ പൊട്ടി പോകുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ഐറ്റംസുകൾ ഇപ്പോൾ തൽക്കാലം വാങ്ങിക്കണില്ല കേട്ടോ. പിന്നെ ഇതാ സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള ലഞ്ച് ബോക്സ് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ അതും ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ റൂമിൽ ഇടയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ നിലത്തിരുന്നിട്ടാണ് കൂടുതലും കഴിക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ഗോൾഡൻ കളറിൽ വരുന്ന ഈ സംഭവങ്ങളുണ്ടല്ലോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ. പക്ഷേങ്കിൽ അത് എടുത്ത് നോക്കിയപ്പോൾ അത്ര ക്വാളിറ്റി തോന്നണില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷേപ്പ് മാറ്റാനൊക്കെ നമുക്ക് പറ്റുന്നുണ്ട് കേട്ടോ. അത്ര ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് അല്ലാന്ന് തോന്നി. അപ്പോൾ പിന്നെ അത് എടുത്തിട്ടൊന്നുമില്ല, വെറുതെ നോക്കിയെന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി. ആ ഒരു ഗോൾഡൻ കളറിൽ അതിൻ്റെ മുകളിൽ ആ ഒരു ഫ്രെയിമൊക്കെ വരുമ്പോൾ നല്ല രസമായിട്ട് തോന്നി കേട്ടോ. അതിങ്ങനെ ഫ്രൂട്ടൊക്കെ ഇട്ട് വെക്കാം, അങ്ങനെയൊക്കെ പറ്റുള്ളൂ. ആദ്യം ഞാൻ അത് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നോക്കിയത്. പക്ഷേങ്കിൽ അത് അത്ര ഒരു നന്നായിട്ട് തോന്നിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. നമ്മൾ കാശ് കൊടുക്കുമ്പോൾ അതിനുള്ള ഒരു വർത്ത് വേണമല്ലോ. അപ്പോൾ പിന്നെ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെയും കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കുറേ അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ലാസ്റ്റ് എത്തിക്കുന്നത് ടോയ്സിൻ്റെ ഏരിയയിലാണ്. റിയമോൾ പറഞ്ഞ വയലിനും ഗിറ്റാറും എന്തൊക്കെ എടുത്തൊക്കെ പയ്യെ പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ഷോപ്പിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയി. പുറത്ത് പോയാൽ ഫുഡടി അത് നിർബന്ധമാണ് കേട്ടോ. പിന്നെ റൂമിൽ കാര്യമായിട്ടൊന്നും രാത്രിയത്തേക്ക് ഉണ്ടാക്കി വെച്ചിട്ടും ഇല്ല. അപ്പോൾ പിന്നെ ഇതാ തൊട്ടടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ കയറിയിട്ട് നമ്മൾ ചാർക്കോൾ ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഇഷ്ടമാണ് കേട്ടോ ചാർക്കോൾ ചിക്കൻ. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും അതന്നെ. അങ്ങനെ അന്നത്തെ ഡേ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഇതാ പിറ്റേ ദിവസമാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രോഗ്രാമിന് പോകാനുണ്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. ഇപ്പോൾ ഏകദേശം സമയം ഒരു 10-11 മണിയൊക്കെ ആയിക്കണം കേട്ടോ. നേരത്തെ എണീക്കണം ഒരുങ്ങണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേങ്കിൽ എണീറ്റപ്പോൾ നല്ല ലേറ്റായി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. നാട്ടിൽ നിന്ന് അങ്ങനെ ഒരുപാടൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ 1-2 ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഇതാണ് കേട്ടോ ഇടുന്നത്. നല്ല ലെങ്ത്ത് വരുന്ന ടോപ്പ് ഉണ്ടാവുമല്ലോ, അതാണ് സംഭവം. ഇക്കയും കുട്ടികളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാനും കൂടെ റെഡി ആവാനുള്ളൂ. നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടാവുമ്പോണ്ടല്ലോ വീട്ടമ്മമാർ തലേ ദിവസം തന്നെ ഒരുക്കം തുടങ്ങും. പക്ഷേങ്കിൽ എപ്പോഴും എല്ലാവരത് കഴിഞ്ഞാലും നമ്മളത് കഴിഞ്ഞിട്ടുണ്ടാവില്ലല്ലേ. എപ്പോഴും അങ്ങനെയാണ് സംഭവിക്കൽ. ഇപ്പോൾ ഇവിടെ അതുതന്നെയാണ്. തലേ ദിവസം മുതൽ തന്നെ ഞാൻ ഓരോന്നൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും എല്ലാവരും കഴിഞ്ഞിട്ടും എൻ്റെ ഒരുക്കം കഴിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ ധൃതി പിടിച്ചിട്ടായിരുന്നു പിന്നെയുള്ള ഒരുക്കങ്ങളൊക്കെ. ഇനിയിപ്പോൾ ഇതാ പോവുകയാണ് കേട്ടോ. പുറത്ത് നല്ല വെയിലാണ് കേട്ടോ. വെയിൽ എന്ന് പറഞ്ഞാൽ പോരാ, വേറെ എന്തെങ്കിലും പേരിട്ട് വിളിക്കേണ്ടി വരും, അത്രയും ചൂടാണ് കേട്ടോ. നാട്ടിലെ ചൂടൊന്നും ഒന്നുമില്ല ഇത് വെച്ച് നോക്കുമ്പോൾ. അങ്ങനെ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിയിൽ വെച്ചിട്ട് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിക്കണം. ജ്യൂസ്, ലൈസ്, കേക്ക് അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ കേട്ടോ. നമ്മൾ റൂം വരുന്നത് ഷാർജയിലാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ പ്രോഗ്രാം നടക്കുന്നത് അജ്മാനിലാണ്. അപ്പോൾ കുറച്ച് അങ്ങോട്ട് പോകാനുണ്ട്. അപ്പോൾ അത്രയും സമയം കുട്ടികളെ വണ്ടിയിൽ അങ്ങോട്ട് പൊറപ്പിക്കണമെങ്കിൽ ഇതുപോലെയുള്ള ഐറ്റംസുകളൊക്കെ വാങ്ങി കൊടുത്തേ പറ്റൂ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നേരം വൈകി എണീറ്റതുകൊണ്ട് തന്നെ നല്ല ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസുകൾ വാങ്ങിക്കണം കേട്ടോ. ചായ കുടിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ നാട്ടിലെ പോലെ ദോശ, പത്തിരി, പുട്ട് അങ്ങനെയുള്ള ഐറ്റംസുകളൊന്നും ഇന്ന് റെഡിയാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ കേക്കും ജ്യൂസൊക്കെ ഉണ്ട്. ഇക്കാക്ക് പിന്നെ ഇതെന്ത് കൊടുത്താലും ഭയങ്കര ജാടയാണ്, ഒന്നും കഴിക്കൂല കേട്ടോ. ഇങ്ങനത്തെ ഐറ്റംസിനോടൊന്നും അത്ര താല്പര്യമുള്ള ആളല്ല. ഞാൻ കുറേ നിർബന്ധിച്ചൊക്കെ നോക്കി. പക്ഷേങ്കിൽ ആൾക്ക് താല്പര്യമില്ല കേട്ടോ. വേണ്ട എന്നങ്ങനെ പറയുകയാണ്. ഞാനും കുട്ടികളും കഴിച്ചിട്ടുണ്ട്. ഈ ഒരു ചിപ്സ് ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു സലാഡ് എന്ന് പറയുന്ന ചിപ്സ് ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള കുറേ മോഡൽ കുറേ ഫ്ലേവറിൽ വരുന്ന ചിപ്സുകളൊക്കെ അവൈലബിൾ ആണ്. പക്ഷേങ്കിൽ ഇതെനിക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് പ്രോഗ്രാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്നിപ്പോൾ ഇവിടെ എന്ത് പ്രോഗ്രാമാണ് നടക്കുന്നത് നിങ്ങളെ. ഇന്ന് നമുക്ക് വിഷു ആണ് കേട്ടോ. ആരും ഞെട്ടണ്ട, വിഷു ഒക്കെ കഴിഞ്ഞിട്ട് 1-2 മാസം ആവാനായിട്ട് ഇപ്പോഴാണോ വിഷു എന്ന് വിചാരിക്കുന്നുണ്ടാവും. അതങ്ങനെയാണ് കേട്ടോ. പ്രവാസികളുടെ വിഷു എന്ന് പറഞ്ഞാൽ അവർക്ക് ലീവുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നാണ് ഇവരെ വിഷു. നമ്മളെത്തിയപ്പോഴേക്കും പ്രോഗ്രാമുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സദ്യ കഴിക്കാനായി. അപ്പോൾ നമ്മൾ ഇരുന്നിക്കണം കേട്ടോ. നല്ല അടിപൊളി സദ്യയാണ്. നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് സദ്യ കഴിക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. എപ്പോഴും നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ് ചിക്കൻ ഐറ്റംസുകൾ, ബീഫ് അതൊക്കെ കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വേറിട്ടൊരു ഭക്ഷണം കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നുമല്ലോ. പിന്നെ പൊതുവേ സദ്യനോട് എല്ലാവർക്കും ഒരു ഇഷ്ടം കൂടുതൽ ഉണ്ടാവും ചെയ്യുമല്ലോ. അപ്പോൾ നല്ല വിഭവസമൃദ്ധമായ സദ്യ തന്നെയാണ്. അടിപൊളി പായസം കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സദ്യ കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ സ്റ്റേജിൽ കുറേ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വരുമ്പോഴേക്കും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളതും വലിയവരതൊക്കെ ആയിട്ട് കുറേ പരിപാടികളുണ്ട്. അപ്പോൾ രാവിലെ പാട്ടുകളൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫുഡടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് കുറച്ച് നേരം ഇതൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നതാണ് കേട്ടോ. കോപ്പിറൈറ്റ് വരുമോ എന്ന് പേടിച്ചിട്ടാണ് ഫുള്ളായിട്ട് പ്രോഗ്രാമിൻ്റെ പാട്ടും കാര്യങ്ങളൊന്നും പ്ലേ ചെയ്യാത്തത്. നമുക്ക് പണി കിട്ടും.
പാട്ടും ഡാൻസും ക്ലാസിക്കലായിട്ടുള്ള ഡാൻസുകൾ, അതേപോലെ ഒപ്പന, ഗ്രൂപ്പ് ഡാൻസ്, അങ്ങനെ കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല രസമായിട്ട് തോന്നി ഇങ്ങനെ ഇരുന്ന് കാണുമ്പോൾ കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതുപോലത്തെ സമ്മാന കൂപ്പണുകൾ വിറ്റൊഴിക്കാനും കുറേ ആൾക്കാർ മെനക്കെടുന്നുണ്ട്. നാട്ടിലെ പോലെ തന്നെയാണ്, അതിനും ഇവിടെ മാറ്റമൊന്നും ഇല്ല കേട്ടോ. കുറേ പ്രൈസുകളൊക്കെ പറഞ്ഞിട്ട് നമ്മളെ അങ്ങോട്ട് വലയിൽ വീഴ്ത്തിയിട്ട് അങ്ങനെ 2 കൂപ്പൺ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പരിപാടികൾ ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവരുടെ ആ ഒരു പ്രോഗ്രാമുകൾ കാണാൻ. ഞാനിപ്പോൾ വൈകുന്നേരമായി, എന്താ പറയുക, ചായ കുടിക്കണൊക്കെ ടൈമായിട്ടോ. ചായയും പൊരിക്കടികളും ഒരുപാടുണ്ട് കേട്ടോ, ഏത് വേണമെങ്കിലും എടുത്ത് കഴിക്കായിരുന്നു. അപ്പോൾ ഞാനിതാ റിയമോൾക്ക് ചായയും സ്നാക്സൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവിടെ വിഷുക്കണി ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണി കാണുന്ന തിരക്കാണ്. ഇത് നല്ല രസമായിട്ട് തോന്നിയിരുന്നു കേട്ടോ. സംഭവം വൈകുന്നേരം ആണെങ്കിലും ഇവർ കണി കാണുന്നൊക്കെ ഉണ്ട്. കുട്ടികളിങ്ങനെ കണ്ണുപൊത്തി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. നമ്മളെ നാട്ടിലെ വിഷു എന്താണെന്ന് കുട്ടികളൊക്കെ അറിയിക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശമായിരിക്കും. അപ്പോൾ അതൊക്കെ നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏത് സ്നാക്സ് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കഴിക്കാമെന്നൊക്കെ. അതിൻ്റെ കാരണം സെയിൽ ചെയ്യുന്ന ആൾക്കാരെ കണ്ടില്ല, എക്കും മോനും ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറേ വെറൈറ്റി സ്നാക്സ്, വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കുറേ ഐറ്റംസുകളുണ്ട് കേട്ടോ. നെയ്യപ്പം, ഉന്നക്കായ, പഴംപൊരി, സമൂസ, കട്ട്ലേറ്റ്, ക്രീം ബണ്ണ്, അങ്ങനെ കുറേ സ്നാക്സുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സെയിൽ ചെയ്യുന്നത് ഇവരായതുകൊണ്ട് തന്നെ നമുക്ക് ഏത് വേണമെങ്കിലും എടുത്ത് കഴിക്കുന്നു. അങ്ങനെ കുറേ കഴിച്ചിട്ടുണ്ട്. റിയമോൾക്ക് കുറേ കൂട്ടുകാരെ കിട്ടിയിരിക്കണം കേട്ടോ കളിക്കാൻ. കുറേ സമയം ഇങ്ങനെ ചടഞ്ഞിരുന്നിട്ട് പ്രോഗ്രാം കാണുമ്പോൾ അവർക്ക് മടുപ്പാണല്ലോ. അപ്പോൾ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ്. അപ്പോൾ അവരൊക്കെ കൊണ്ട് കളിക്കുകയാണ് കേട്ടോ. ഇതെന്താണെന്ന് അറിയോ, നമ്മുടെ നാട്ടിലെ വിഷുവിൻ്റെ സമയത്ത് ഇവർക്ക് ലീവ് ഇല്ല കേട്ടോ. പെരുന്നാളിന് പോലെ ഓണത്തിന് വിഷുവിനൊന്നും ലീവ് കൊടുക്കില്ല. കാരണം അതൊക്കെ നമ്മൾ കേരളീയരുടെ ഉത്സവമാണല്ലോ. അപ്പോൾ അന്ന് അവർക്ക് വർക്കിംഗ് ഡേ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഒരു ദിവസം ചെയ്യാന്നുള്ളത് മാത്രമാണ് ഈ പ്രവാസികളുടെ മുന്നിലുള്ള ഒരു ഓപ്ഷൻ കേട്ടോ. അപ്പോൾ അവർക്ക് ലീവുള്ള ഒരു ദിവസം സെറ്റാക്കിയിട്ട് അന്ന് കുറച്ച് പ്രോഗ്രാമുകളും വിഷു സദ്യയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആഘോഷിക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് മക്കൾക്ക് ഫ്രീ ആയൊരു ഡേ സെലക്ട് ചെയ്തിട്ട് അന്ന് ഇവർ പ്രോഗ്രാം ആക്കിയതാണ്. ഓണത്തിന് വിഷുവിനും മാത്രമല്ല, നമ്മൾ ഈദ് വരുമ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യൽ തന്നെയാണ്. പ്രവാസികൾക്ക് ഇതല്ലാതെ വേറൊരു എൻജോയ്മെൻറ്റ് ഇല്ലല്ലോ. അപ്പോൾ ഞാനവിടെ ചായ കൊടുക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ നിൽക്കായിരുന്നു. ആ സമയത്ത് ഇവിടെ ഒപ്പന നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ കുറച്ച് നേരം അത് വന്ന് കണ്ടു. കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉദ്ഘാടന മഹാമഹം വന്നിട്ടുള്ളത്. അപ്പോൾ വിളിച്ചു വരുത്തിയിട്ടുള്ള ഗസ്റ്റും പിന്നെ ഒരു അറബി ഫാമിലി ഉണ്ട്. അപ്പോൾ അവരൊക്കെ എത്താൻ വൈകിയതുകൊണ്ട് അങ്ങനെ വൈകുന്നേരമാണ് കേട്ടോ ഉദ്ഘാടനമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇക്കാൻ്റെ ഒരു ഫ്രണ്ട് ഏറ്റെടുത്തതായിരുന്നു ഈ ഒരു ചായ പരിപാടി കേട്ടോ. അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്ക മോനൊക്കെ കൂടിയതാണ്. മോനോന് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ. അങ്ങനെ രാത്രി ഒരുപാട് വൈകിട്ട് 11 മണിയൊക്കെ ആവാറായി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. 2-3 പ്രോഗ്രാമും കൂടിയേ ബാക്കിയുള്ളൂ. രാവിലെ 11 മണിക്ക് വന്നിട്ട് ഇപ്പോൾ രാത്രി 11 മണി ആവാറായിട്ടാണ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ. അപ്പോൾ രാത്രിയിലും ഫുഡുണ്ട്, ബിരിയാണി ആയിരുന്നു. അത് നമ്മൾ അവിടെ ഇരുന്ന് കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും കുറേ സമയം വൈകും. ഇക്കാക്ക് രാവിലെ 5:30ക്കാണ് ഡ്യൂട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് എടുത്തിട്ട് പോരുകയാണ് ചെയ്തത് കേട്ടോ. വരുന്ന സമയത്ത് നല്ല മഞ്ഞുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ അങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്ര തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ വിഷു പ്രോഗ്രാമിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ? ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു. ബൈ.